ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും 4.3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. മെയിൻ റോഡിനോട്, അതായത് ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. ഏകദേശം 100-150 മീറ്റർ മാത്രമാണ്, വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നും ഈ കാണുന്ന വീട്ടിലേക്കുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. ശാന്തസുന്ദരമായ കാമാൻ ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം ഒന്ന് നോക്കാം. നിങ്ങൾ എലിവേഷൻ കണ്ടതാണ്, എന്തായാലും ഒന്നുകൂടെ ഒന്ന് കണ്ടോളൂ. മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 4.3 കിലോമീറ്റർ. അതുപോലെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 5 കിലോമീറ്റർ ആണ് വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗത്തേക്ക് പോകേണ്ടവർക്കാണെങ്കിലും എളുപ്പമാണ്, 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. ഇടപ്പള്ളി സൈഡിലേക്കാണെങ്കിൽ 11 കിലോമീറ്ററും, എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 16 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ റിക്വയർമെന്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കാർമൽ ഹോസ്പിറ്റൽ വളരെ അടുത്താണ്, വെറും 2.7 കിലോമീറ്റർ. സെയിം ടൈം തന്നെ മെഡിക്കൽ കോളേജും വളരെ അടുത്താണ്, 3 കിലോമീറ്ററോളം, ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈസി ആയിട്ട് എത്താം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ദൂരം കുറവാണ്, 5.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഏകദേശം ഒരു 500 മീറ്റർ സറൗണ്ടിങ്സിൽ തന്നെ നമുക്ക് നല്ല സ്കൂളുകളുണ്ട്, മോസ്ക് ഉണ്ട്, ചർച്ചസ് ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട്. എല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് 170 ലിങ്സിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നല്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ ബസ് റൂട്ടിനും മെട്രോയ്ക്കും ഒക്കെ വളരെ അടുത്തുള്ള വീടാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് വീടിന്റെ ഭംഗിയും കാര്യങ്ങളും പ്രൈസും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന, നമ്മുടെ ഈ വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ബോക്സി ഷേപ്പിലാണ് വീട് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് 2 ടൈപ്പ് ഷെയ്ഡ് വരുന്ന ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വലിയ വീതിയുള്ള ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. അതിന്റെ മുകളിലാണെങ്കിൽ പോലും നമുക്ക് വെയിലും മഴയൊക്കെ തട്ടാതെ ആയിട്ട് പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്, ഇടയ്ക്ക് നമുക്കൊരു ബ്ലൂ കളർ ബോർഡർ വരുന്ന പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. GA പൈപ്പിന്റെ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ഷോലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും, ഈ സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തുറന്നു വെക്കാവുന്ന രീതിയിലുമാണ്, സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫ്ലോറിലൊക്കെ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ ഗേറ്റ് തുറന്ന് വരുന്നത് ഇവിടുത്തെ ഒരു വലിയ കാർപോർച്ചിലേക്ക് തന്നെയാണ്. കാർപോർച്ചിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 17 അടി നീളവും 9.5 അടി വിട്ടുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 17 ഫീറ്റ് ആണ് ലെങ്ത് വരുന്നത്, 9.5 ഫീറ്റ് ആണ് വിട്ട് കിട്ടുന്നത്. ഒരു കാറിന് നമുക്ക് ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. സൈഡൊക്കെ നോക്കിയാൽ പില്ലറുകൾ നിങ്ങൾക്ക് കാണാം, ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും ഭംഗിയുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാം. ടോട്ടൽ നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് വേറെ ധാരാളം സ്ഥലവും കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന സ്പേസിലൂടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ ഈ ഒരു വഴി ബാക്കിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടുത്തെ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഗ്യാസിന്റെ സിലിണ്ടർ വെക്കാനായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു കേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് നിങ്ങൾ ഇവിടെ കിണർ കണ്ടു. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ KWയുടെ വാട്ടർ കൂടിയാണ്.
വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ആ ഒരു ഭാഗത്തൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗവും രണ്ട് സൈഡും ചേർന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്ന ആ പോർഷൻ വന്നിട്ട് നമുക്ക് അവിടെ വർക്ക് ഏരിയയുടെ സ്പേസ് ആണ്. വർക്ക് ഏരിയയുടെ പോർഷൻ നമ്മൾ കണ്ടു. വീടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. സാധാരണ വീടുകളിലൊന്നും ഇല്ലാത്തൊരു ഫെസിലിറ്റി, പിന്നെ നമുക്ക് ആവശ്യമുള്ളതുമായ ഒരു സൗകര്യമാണ് പുറത്തൊരു ബാത്റൂം കിട്ടുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നൊരു ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. 3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോറിയെ കാണുന്നതാണ്. ഭംഗിയായിട്ടുള്ള ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് മഹാഗണിയിൽ നല്ല ഡിസൈനിലാണ് തീർത്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് നേരെ മുകളിൽ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്, അതിൽ ചെറിയൊരു ബ്ലൂയിഷും യെല്ലോ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വിൻഡോസ് നോക്കുകയാണെങ്കിൽ നേരെ കയറി വരുമ്പോൾ മെയിൻ ഡോറിന് അടുത്തായിട്ട് 3 വിൻഡോസ് കാണുന്നുണ്ട്. അത് കൂടാതെ ഈ ഭാഗത്തും 3 വിൻഡോസ് ഉണ്ട്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. നല്ല ഗ്ലോസി ആയിട്ട് ലാമിനേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം അനാവശ്യമായി യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല. ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഡോർ തുറന്ന് നേരെ വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം PVC പാനലിംഗ് ആണ്. മെയിൻ TV വെക്കാനുള്ള ബോർഡ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലാമിനേഷനോട് കൂടിയിട്ട് തന്നെയാണ് താഴെയൊക്കെ മൾട്ടിവുഡില വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് ഡ്രോസ് കിട്ടുന്നുണ്ട്. സൈഡിലൊക്കെ ആയിട്ടും കുറച്ച് ഓപ്പൺ ഏരിയാസ് കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഐറ്റംസ് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നിന്നാണ് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകേണ്ടത്. അതിന്റെ എൻട്രൻസ് ഏറ്റവും മുകളിലൊക്കെ നോക്കിയാലും കളർഫുൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എൻട്രൻസിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. TV യൂണിറ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. നമുക്ക് താഴെ 2 ബെഡ്റൂമുകളാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 10 ഫീറ്റിലാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ഇവിടെ വലിയ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ്, പ്രത്യേകിച്ച് യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല. ബോർഡ്റൂമുകളെല്ലാം വന്നിട്ട് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡ് ചെയ്തിട്ട് നല്ല ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ തന്നെ നമുക്ക് മിററും കിട്ടുന്നുണ്ട്. 3 ഹാൻഡിലുകളൊക്കെ വെച്ചിട്ട് നല്ലൊരു ബോർഡ്റൂം ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡും ബ്ലൂ കളറിലെ ബോർഡറും വരുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് കിട്ടുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് നമുക്കിത് നേരെ ഡൈനിങ് റൂമിലേക്ക് പോകാം. ഡൈനിങ് റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. അകത്തെല്ലാം തന്നെ GA പൈപ്പിന്റെ ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്തിരിക്കുന്ന അയൺ ബാറുകൾ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ്. ബാക്ക് സൈഡ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വന്നിരിക്കുന്ന അറ്റ്മോസ്ഫിയർ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് ക്ലാഡിംഗ് സ്റ്റോൺസിൽ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ വന്നിട്ട് ജെറയുടെയാണ്, അതിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. താഴെ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനടുത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ആണ് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിൽ നല്ലൊരു ഡിസൈനോട് കൂടിയ വാർഡ്രോബ് ആണ്. മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു മിററും കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് 2 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ വളരെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറും ബ്ലൂ കളറും ബോർഡറും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് കിച്ചണിലേക്കാണ് പോകേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എൻട്രൻസ് വുഡൻ ആണ്.
നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ബോർഡ്രോബുകളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിലാണ്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. നമുക്ക് 3 വിൻഡോസ് നേരെ നോക്കുമ്പോൾ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള 2 വിൻഡോസും ആണ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ബോർഡുകളൊക്കെ താഴെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന പോർഷൻ എല്ലാം തന്നെ വൈറ്റ് കളർ ടൈല് ബ്ലാക്ക് ഡിസൈൻ വരുന്ന മോഡലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ആണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഗ്രിപ്പോട് കൂടിയ ടൈലാണ് കിച്ചണകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് സൗകര്യത്തോട് കൂടിയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ ഭംഗിയുള്ള ടൈലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെയാണ് സ്ലാബിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ റൂഫിലൊക്കെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് റൂഫും സൈഡും എല്ലാം കവർ ചെയ്ത് 2 സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയാലും നമുക്ക് പുറത്തേക്കൊക്കെ ചെടികൾ നടാനോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇതെല്ലാം തന്നെ കവറിങ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള 2 പ്ലാന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് ഈ ഒരു വോളിൽ നോക്കിയാൽ മുകളിൽ നമുക്ക് പെർഗോള മോഡലിലാണ് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ഇട്ടിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു ഹാളാണ് കിട്ടുന്നത്. നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലായിടത്തും തന്നെ പ്ലഗ് പോയിന്റ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് TV വെക്കാനായിട്ട് ഇവിടെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും അതിന്റെ മുകളിൽ എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ കംപ്ലീറ്റ് നോക്കിക്കോളൂ. ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് വരുന്നത്. LED സ്ട്രിപ്പുകൾ LED ബൾബുകൾ എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങുമ്പോൾ ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലോർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ ആണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ഏരിയ സാധാരണ നമുക്ക് റൂഫ് കവർ ചെയ്യുന്നത് കുറവാണ്. ബിൽഡർ വളരെ നന്നായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ വലിയ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സൈഡിലും റൂഫും എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്ത് ക്ലോസ്ഡ് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. അതിന് താഴെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് ഫിറ്റിംഗ്സും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ടെറസ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഹാളിന്റെ ആ ഭാഗമാണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകൾ അടുത്തടുത്തായിട്ടാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് വന്നിട്ട് 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വലിയ ബെഡ്റൂം തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. നിങ്ങൾ സ്ട്രേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വാർഡ്രോബ് കാണാൻ പറ്റുന്നുണ്ട്. മിഡിലായിട്ട് മിററും എല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസും ആ ഭാഗത്ത് 3 വിൻഡോസും നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമ്മൾ ഇനി 4ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-11 ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വലിയ സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് കിട്ടുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ അവിടെ 2 വിൻഡോസ് കാണാം. അതിനടുത്തായിട്ട് ഭംഗിയായിട്ടാണ് വലിയൊരു വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും കൂടെ അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് 3 ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. 4 ബാത്റൂമുകളും സൗകര്യത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ആ ഒരു പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എക്സസ് വരുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലാണെങ്കിലും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിന് വളരെ അടുത്താണ്. നമുക്ക് ഇവിടെ നിന്നും വെറും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ളത്.
മുട്ടം മെട്രോ യാർഡിലേക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ 4.3 കിലോമീറ്റർ ആണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും. നിങ്ങൾക്കറിയാം മെട്രോ സ്റ്റേഷന് അടുത്ത് വീട് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിലൊക്കെ നിങ്ങൾ വീടുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു എമൗണ്ടിലാണ് നിങ്ങൾക്ക് ആ വീട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ന്യായമായ വിലയിലാണ് ഇട്ടിരിക്കുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയിലാണ്. നിങ്ങൾക്ക് ഈ വീടിന്റെ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഫിറ്റിംഗ്സ് എല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് 170 ലിങ്സിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.17 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിണർ വെള്ളമുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ പൈപ്പ് കണക്ഷനും കൂടിയുണ്ട്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സൗകര്യങ്ങൾക്കെല്ലാം പുറമെ സാധാരണ ഇപ്പോൾ പണിയുന്ന വീടുകളിൽ കാണാത്തത്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നുമാണ് ഒരു കോമൺ ടോയ്ലറ്റ് ഫെസിലിറ്റി. അത് നമുക്ക് ഇവിടെ താഴെ തന്നെ കിട്ടുന്നുണ്ട്. സെർവൻസിന് യൂസ് ചെയ്യാനും ഗസ്റ്റിനോ ഡ്രൈവേഴ്സിനോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ സൗകര്യങ്ങളും കൊണ്ട് റോഡിന് വളരെ അടുത്താണ്. മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ബസ് സ്റ്റോപ്പ് തൊട്ടടുത്താണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്ന പ്രൈസ് 80 ലക്ഷം രൂപയാണ്. 80 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ബിൽഡറുടെ അടുത്ത് നിന്ന് ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങി തരുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വിട്ടുകളയരുത്. ഇതുപോലൊരു വീട് ഇത്രയും സൗകര്യത്തിൽ നിങ്ങൾക്ക് ഇനി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.